അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നടത്താൻ കൊണ്ടിരിക്കുന്നു. കണ്ടെയ്നർ സർവീസ് മാത്രമാണ്. അപ്പോൾ കണ്ടെയ്നറിൽ കുരുമുളക്, ഏലക്ക, ജാതിക്ക, അതുകൊണ്ട് ടീ, ഗ്രീൻ ടീ, കോഫി പൗഡർ, സീ ഫുഡ്സ് ഇതെല്ലാം കയറ്റി അയക്കുക. എല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് കയറ്റി അയക്കുക. അത് ഇറക്കുന്ന നോക്കിയാണ്. അപ്പോൾ ക്രെയിൻ മുമ്പോട്ടും പുറകോട്ടും കൊണ്ടുപോകുന്നതാണ്. 50 ടൺ തൊട്ട് 75 ടൺ വരെ ഉയർത്താം. അപ്പൊ കമ്പനി കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ലോഡാകുമ്പോൾ ആ ബ്രൗൺ കളർ അങ്ങോട്ട് താഴെ വെള്ളത്തിലേക്ക് പോകും. അത്ര താഴോട്ട് അത് തന്നെ. അത്രയും ഭാഗം താഴെ പോലെ അതായത് ആ ബ്രൗൺ കളറില്ലേ, മുകളിലേക്ക് വരും. ഇനി പുറകിൽ കിടക്കുന്ന കപ്പല് ഏറ്റവും വലിയ കപ്പലും കൂടുതൽ ഇത് കൊള്ളാവുന്നതാണ്. ഇത് MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെയാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് പേപ്പറും TV-യിലും ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടു കാണാം. ഒരു കപ്പൽ തടവിൽ പിടിച്ചത് ഇറാൻകാര്. അത് ഇവരുടെ കമ്പനിയുടെ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ഇസ്രായേലിൻ്റെ ആണ്. നമ്മുടെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു, ഒരു വനിതയും കൂടി ഉണ്ടായിരുന്നു അതിൽ ജോലിക്കാരി. ഈ കപ്പലിന്റെ മുമ്പില് താഴെ ബൾബ് മുമ്പോട്ട് തള്ളിയിരിക്കുന്ന ഒരു ഇത് കണ്ടോ, അത് ഐസ് ബ്രേക്കറാണ്. ഇടത്തൊരു ഐസിനെ കുറച്ച് മുമ്പോട്ട് പോകും. അത് കാഡ്മിയം മറ്റിലും കൂടി കൂടിയതാണ്, കട്ടി കൂടും. പിന്നെ കപ്പലിന്റെ മുമ്പോട്ടുള്ള ഗതിയെ സുഗമമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കും. മുകളിൽ ആങ്കർ കേട്ടോ, 2 എണ്ണം ആങ്കർ നങ്കൂര. ഇതിപ്പോ 4 ദിവസം കൂടുതലായി കപ്പൽ കിടക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഒരു കപ്പൽ 2 ദിവസം ഉണ്ടാവും.